നമസ്കാരം. കേരളത്തിനെ കൂട്ടം വിക്കിടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതെ, മാർച്ച് മാസം കഴിഞ്ഞു, ഏപ്രിൽ മാസം ഇങ്ങെത്തി, ഇയർ എൻഡിംഗ് ഒക്കെ കഴിഞ്ഞു. ന്യൂസ് വെച്ചാൽ മാഫിയ ഒന്നുമില്ല, എക്സൈസ് ഇല്ല, ലഹരി സ്കൂളുകളില്ല, എല്ലാം പുരാനാണ്. അതിനർത്ഥം അത് മാറി പുതിയ ന്യൂസുകാർക്ക് കിട്ടിയിരിക്കുകയാണ്. എന്താണ് എമ്പുരാന് സംഭവിച്ചത്? ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയല്ല ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമയിലെ 18ഓളം ഷോട്ടുകൾ കട്ട് ചെയ്യാൻ ആ ഒരു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? ഒരു സംഘടനയിൽപ്പെട്ട ആൾക്കാർക്ക് ഈ ഒരു സിനിമ അത്രയും ദഹിച്ചില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സംഖ്യയാവും. എന്നെ അപേക്ഷിച്ചിടത്തോളം ഞാൻ ആ ഒരു സിനിമയെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കത്തില്ല. വേറൊന്നല്ല, പ്രതീക്ഷിക്കാൻ കാരണക്കാരനുണ്ട്. We went to the US. We went to the US with a big unit. We started shooting near Albuquerque in Santa Fe, New Mexico. Then we went to Gilman Tunnels, to Arizona. Then we shifted to New Orleans, to Yuma White Sands. Then we shifted to New York. It's not like a 20-member unit. It's a big unit. We had to chart airlines, special aircrafts, everything. So it was such a big logistical challenge. Then we went to the UK, and I wanted to close off the Waterloo Circle. I wanted to block off one whole tube line in London for one day. And everyone, including the UK line producers who used to do these big Hindi English films, told me it is not possible. It is impossible. You can't do it. I went straight personally to the London Council Transport Office and I made a request and I told them that this is what, and they agreed to it. Things like that we never knew were possible. That was the biggest challenge. അദ്ദേഹം പോയി വലിയൊരു യൂണിറ്റുമായിട്ട് ആ ഒരു ചലഞ്ച് അദ്ദേഹം പാസ്സായി തിരിച്ചു വന്നു. ആ ഒരു സിനിമയിലെ സിനിമാറ്റോഗ്രഫി അത്യുഗ്രനാണ്. ഇനിയും കേരളത്തിൽ ഇതുപോലൊരു സിനിമ ഇത്രത്തോളം വലിയൊരു പ്രൊഡക്ഷനിൽ വരാൻ വലിയ സാധ്യത കുറവാണ്. പക്ഷേ എന്നാൽ ഈ ഒരു സിനിമ കേരളത്തിൽ മാത്രമായിട്ട് ഇറക്കാനിരുന്നൊരു മൂവി അല്ലായിരുന്നല്ലോ. ഇവർ ലോഞ്ച് ചെയ്തത് തന്നെ ഒരു പാൻ ഇന്ത്യ മൂവി ആയിട്ടാണ്. ഒരു 1000 കോടി ക്ലബിലേക്ക് ഈ ഒരു മൂവി എത്തുന്ന തരത്തിലേക്കാണല്ലോ ഇവർ ലോഞ്ച് ചെയ്തത്. അപ്പൊ എല്ലാ സംസ്ഥാനത്തും ഈ ഒരു സിനിമ ഇറങ്ങും. എല്ലാ സംസ്ഥാനത്തുള്ള ആൾക്കാർ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം അവരുടെ അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്തും. അതെല്ലാം നമ്മൾ പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. KGF ഈ ഒരു എല്ലാ സംസ്ഥാനത്തും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ വളരെ ഹാപ്പി ആയിട്ടല്ല ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട്. അപ്പൊ അതൊരു പാൻ ഇന്ത്യ മൂവിയാണ്. എല്ലാ സംസ്ഥാനക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് പാൻ ഇന്ത്യ മൂവി എന്ന് പറയുമ്പോൾ. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം കാണുമല്ലോ. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് ഒരു മൈരും അറിയത്തില്ല. അയാൾ അവിടെ പോയി ഇവിടെ പോയി, പുള്ളി എല്ലായിടത്തും പോയി ഒരുപാട് കഷ്ടപ്പെട്ട് പുള്ളിയുടെ വർക്ക് പുള്ളി കൃത്യമായിട്ട് ചെയ്തു. ഇവിടെ മുരളി ഗോപി അങ്ങോരുടെ വർക്ക് അങ്ങനെ കൃത്യമായിട്ട് ചെയ്തായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ കണ്ണ പറയാൻ എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യും. എന്റെ ഖുറൈശി ഇവന്റെ വായു വല്ല മിസൈലും വിടും. മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം. അത്രയല്ല, 5 ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. മോഹൻലാലിന്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ്. ആര്യവൻ മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ നടക്കണം. അവനാ ചുമ്മാ അണ്ണം പ്രതീക്ഷിക്കുന്ന ഖുറൈശി വന്നിട്ട് അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നീ കണ്ട ഇന്ത്യ അല്ല അങ്ങനെയൊക്കെ പറയുമെന്നാണ്. ഖുറൈശി ഡോണടാ, ഡോണിനെ കുറിച്ചാണ് ഇങ്ങനെ സംസാരിക്കുന്ന. നീ ഒരു 16 ഡയലോഗ് എഴുതി അങ്ങോട്ട് എല്ലാം ഉണ്ട്. അല്ല, ഡോണിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഡോണെ എന്റെ ഖുറൈശി ഒരു ചെറുപ്പക്കാരൻ പയ്യനെ പാകിസ്ഥാനികൾ ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രക്ഷിച്ച് എന്നാ അവനെ ഇന്ത്യൻ ആർമിയിലോട്ട് വിടും. ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കുഞ്ഞുനാളിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ അവനെ പഠിപ്പിച്ചെന്തെങ്കിലും നിലയിലാക്ക്. നിങ്ങൾ വലിയ തോക്കും മിസൈലും അവന്റെ കൊടുത്തിട്ട് പുതിയൊരു ആർമിയാക്കി. ആ പാമ്പിടിച്ച ചെറുക്കനെ പട്ടിക്കുമല്ലായിരുന്നു 23 വർഷം. കബൂക്കായ വരെ ചുമ്മാ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലുന്ന, ദാവൂദ് ഇബ്രാഹിം വരെ ഞെട്ടുന്ന ഖുറൈശി എബ്രാഹിമിന് ഈ പറഞ്ഞ ഗുജറാത്തിലെ രണ്ട് നേതാക്കന്മാരെ കൊല്ലാൻ 23 വർഷം വേണ്ടി വന്നു. ആ ചെറുപ്പക്കാരൻ, ആ സായുധ് എന്ന് പറഞ്ഞ ആ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിനെ നിങ്ങൾ പറ്റിക്കുമല്ലായിരുന്നു. വേണ്ടാത്ത തോക്കും മിസൈലും ആ ചെറുക്കൻ്റെ കൊടുത്തിട്ട് എന്തോ ചെയ്യാനാ? ഞാനാണെങ്കിൽ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച അവന് ആർമി കയറാൻ തോക്ക് ഇന്ത്യൻ ആർമി വിട്ടേനെ. ഇത് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഘടന രൂപീകരിച്ചിട്ട് ഡയമണ്ടും മറ്റേ സ്വർണം മാത്രമേ ചെയ്യത്തുള്ളൂ.
നാർക്കോട്ടിക്സ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് എന്തോ ചെയ്യാനാ, ഓരോ കുറേശ്ശിയുടെ ഓരോ കുറുമ്പുകളെ. അടുത്ത ന്യൂസിലേക്ക് വരാം. നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും, ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല. കഥ ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം. പലയിടത്തും പല സിസ്റ്റമാണ്. അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു എന്നുള്ളത് പറയരുത്. മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹീ ഡിഡ്. അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ലെന്നുള്ളത്. ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട്. അപ്പൊ സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത്. പിന്നെ സിനിമയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണങ്ങളും ഇതിനകത്തുള്ള അദ്ദേഹം അതിനുശേഷം കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഇന്ന് 6 മണിക്ക് ശേഷം 26ഓളം മിനിറ്റിന്റെ കട്ടിങ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, മോഹൻലാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം മോഹൻലാൽ നമ്മളെ കേരളത്തിലെ ഒരു മഹാനടനാണ്. കേരളക്കരയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം കാരണം ഉണ്ടായി, അദ്ദേഹത്തിന് തോന്നലുണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹം തിരുത്തും. നമുക്ക് ആ ഒരു സംഭവത്തിലോട്ട് വരാം. ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ 2ാം ഭാഗമായി എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർ വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഈ ഒരു സിനിമ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. ആദ്യമേ ഉറപ്പുവരുത്തായിരുന്ന മുരളി ഗോപി ചെയ്തില്ല, പാവം. ഈ പോസ്റ്റിന്റെ താഴത്തെ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ BJP ആക്കി. നിങ്ങൾക്ക് ആ ഷൂ നക്കിയുടെ റോൾ മാത്രം തരാൻ പാടുള്ളായിരുന്നു എന്ന ചേട്ടൻ തന്നെ എത്ര മനോഹരമായാണ് പറഞ്ഞു വെച്ചത്. നന്ദിയുണ്ട്. അതായത് മോഹൻലാലിനെ സംഖ്യയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ രാജു അല്ലല്ലോ, ഞങ്ങളുടെ പേരെന്താ, അയാൾ ഓൾറെഡി സംഖ്യയാണ്. ഇതൊക്കെയാണ് കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചു. ഇതെന്തുവാ? പൃഥ്വിരാജിന്റെ അഭിപ്രായമായിട്ടല്ല ഞാൻ പറഞ്ഞത്, പൃഥ്വിരാജ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയുകയും ചെയ്യും. അല്ലാതെ RSSന് പൊള്ളിയെന്ന് നിങ്ങൾ 3 പേരും പറയുമ്പോൾ അത് കേട്ട് കൈ കെട്ടി ഇങ്ങനെ ഇരിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കേട്ടോ? ചില ആളുകൾ അല്ല, പൊള്ളിയത് മോഹൻലാലിനും പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനും നിർമ്മാതാവായ ഗോകുലം ഗോപാലനുമാണ്. ഏറ്റവും അവസാനം ചിത്രമേറ്റെടുത്ത ഗോകുലം ഗോപാലനടക്കം പൊള്ളിയിരിക്കുകയാണ്. അല്ല, തെറ്റി. നീ കൂടെ പൊള്ളിച്ചു. നീ സംഖ്യ. എന്നെയും പറയണം ഞാനും സംഖ്യയാണ്. ഞാനും പണ്ട് പോയിട്ടൊക്കെ ഉള്ളു, എന്തോ ചെയ്യാൻ. അപ്പം ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്ന ചർച്ച. പിന്നെ ഈ ഒരു സിനിമയുടെ അവസാനം അശ്വന്ത് ഗോക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒരാളെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന്. റിക്കി യോണയാണ് നിങ്ങളാ പറഞ്ഞത്. ആ റിക്കി യോണ, ഈ റിക്കി യോണയെ കുറിച്ച് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ ഒരുത്തിന് അവസാനം വന്ന് നമുക്കറിയത്തില്ല ഇത് ഉക്കു ഊണിയുവാന്നുള്ള കാര്യം. ഇക്കി ഊണിയുടെ കാര്യം പറയുമ്പോൾ അങ്ങ് ഫാസ്റ്റ് അങ്ങൊരു സാധനം പുള്ളി ചെയ്ത് കണ്ട്. Rick Yoon in 2001 at age 30 in Fast and Furious 1. And now in 2024 at 52 years old. എടാ, എനിക്ക് ആ റിക്കി യൂണിയേക്കാൾ എനിക്ക് ഡോംഗ്ലി അറിയാം. ഏതാ അറിവിലെ ഡോംഗ്ലിയുടെ ശരിക്കുള്ള പേര് ആർക്കെങ്കിലും അറിയാം, പക്ഷെ ഡോംഗ്ലി അറിയാം. എന്താ ഡോംഗ്ലിയുടെ ക്യാരക്ടറാണ് ഇത്. ഇക്കി യൂണിയാന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇക്കി യൂണി എന്തെങ്കിലും ചെയ്യണം. അവസാനം അങ്ങ് മാപ്പിടുവാണെങ്കിൽ അറിയണ്ടേ. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 റിക്കി യൂണി ആരാന്ന് പോലും അറിയാത്തൊരു മനുഷ്യനാണ്. അപ്പം അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.